അപ്പോൾ ലഞ്ചിന് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ചട്ടിയിലേക്ക് പോകാൻ മടിച്ച് നിൽക്കുന്ന മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസിന് എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്ന കാഴ്ച. അത് കണ്ടപ്പോൾ തന്നെ കൊതിയായി. അപ്പോൾ തന്നെ നമ്മൾ ഓർഡറാക്കിയ സാധനം വരാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം വന്നത് മയോണൈസും അതേപോലെ തക്കാളി ചട്നിയാണ്. രണ്ടും പൊളി സാധനമായിരുന്നു. പിന്നെ വന്നത് സാലഡാണ്. പിന്നെ വന്നത് അച്ചാറാണ്. ഈ വന്ന ഒരു സാധനവും പിന്നെ ആ മേശയിൽ നിന്ന് പോവില്ല, അവിടെ ഉണ്ടാവും. നമുക്ക് എത്ര വേണേലും ഇട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ബിരിയാണി ഇതാ എത്തിപ്പോയി. ബിരിയാണിയിലൊരു ചിക്കൻ പീസ്, അതും വളരെ വലിയൊരു ചിക്കൻ പീസ്. എനിക്ക് കിട്ടിയത് ലെഗ് പീസ് തന്നെ ആയിരുന്നു. പിന്നെ ഒരു എഗ്ഗ് ഉണ്ട്, നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള റൈസ്, നല്ല മസാലയൊക്കെ ഉള്ള റൈസ്. അതേപോലെ തന്നെ നമ്മൾ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞത് നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണിയാണ്. ഈ സാധനം വേറെ ലെവലായിട്ടാട്ടോ, നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള നല്ല റൈസ്, അതേപോലെ വലിയൊരു ചിക്കൻ പീസ്. അതേപോലെ മറ്റൊരാൾ പറഞ്ഞത് ചിക്കൻ വിത്ത് മന്തി റൈസിലേക്ക് ചിക്കൻ പീസ്, അടിപൊളി കോമ്പിനേഷൻ അല്ലേ. പിന്നെ കട്ടനൊക്കെ എത്ര വേണേലും ഒഴിച്ച് കഴിക്കാം, ഓർഗാനിക് കട്ടനാണ്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് പ്രവാസിയാണ്, നമ്മുടെ കാളികാവിലെ അടിപൊളി സ്പോട്ടാണ്.